ഇത്തിരി പറയട്ടതേ പിന്നെ. എടാ ഒരു ആണാണെങ്കിൽ ശരി, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയണ നട്ടൽ നിനക്ക് ഉണ്ടാടാ? ഉണ്ടാ? നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ അതാണ് ചോദിക്കുന്നത്, കാരണം നട്ടലുണ്ടാ? ഉണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു വാക്ക് പറയോ? എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ നീ ഭയങ്കര ബൂസ്റ്റപ്പായിട്ട് കാര്യമല്ല. പ്രേക്ഷകരെ, ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഒളിച്ചോടി വിവാഹം. അങ്ങനെ ഇയാൾ പറയുന്ന അപ്സരയുടെ മുൻ ഭർത്താവാണ്. കണ്ണൻ എന്നാണ് പേര്. അതുപോലെ തന്നെ അപ്സര ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്തി വേറെ ഒരാളിനെ കല്യാണം കഴിച്ചു. അത് എല്ലാവർക്കും അറിയാം. ആൽബി എന്നാണ് പേര്. അപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ടല്ലോ, കിടന്നു കൊടുത്തിട്ടാണ് എല്ലാവരും ബിഗ് ബോസിൽ പെണ്ണുങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പരാമർശത്തിനെതിരെയാണ് ആൽബി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നത് അപ്സരയാണോ ആ പെണ്ണ് എന്നുള്ള രീതിയിലായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിലാണ് പറയുന്നത് അപ്സരയാണോ ആ ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അഖിൽ മാരാറിനെ അപ്പോൾ അഖിൽ മാരാർ വിന്നറായത് അഖിൽ മാരാറിൻ്റെ ഭാര്യ ഇതായിട്ട് കിടന്നു കൊടുത്തിട്ടാണോ അഖിൽ മാരാർ വിന്നറായി, ആ ഒരു ഇതിൽ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ആൽബി ചോദിക്കുന്നുണ്ട്. അതിന് എന്തായാലും അഖിൽ മാരാർ കറക്റ്റായിട്ട് നല്ല തെറി വിളിച്ചിട്ട് തെറി അഭിഷേകം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തായാലും എയറിലാണ് ഇപ്പോൾ ആൽബി എന്തായാലും. അപ്പോൾ അപ്സരനെ കുറിച്ച് കണ്ണൻ വന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയുള്ളൊരു ഇതാണ് ആൽബി പറയുന്നത്. അപ്പോൾ ആൽബി പറയുന്നത് കണ്ണനുമായിട്ട് ഗാർഹിക പീഡനവും അത് ഭയങ്കരമായിട്ടുള്ള ദ്രോഹങ്ങളും കാരണമാണ് അപ്സര വേർപെടുത്തിയത്. അവർ ലവ് മാരേജ് ആയിരുന്നു. അവർക്ക് വീട്ടുകാർക്കൊന്നും സമ്മതമല്ലാതെയാണ് ഇവർ വിവാഹം കഴിച്ചത്. അപ്പോൾ അത് പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് അവിടുന്ന് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ വിവാഹം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഈ ആൽബിയുമായിട്ട് അപ്സരയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ സമ്മതിക്കുന്നേ ഇല്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടായിരുന്നു ഏതൊരു സീരിയലിൻ്റെ ഇതിൽ വെച്ചിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ ഡൈവോഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് പരിചയപ്പെട്ടതും കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൽബി പറയുന്ന കുറച്ച് വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്ന് കേട്ട് നോക്കൂ. 2021 അപ്സരയും മുൻ ഭർത്താവും തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് 2018 2019 കണ്ടാണ്. ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് അപ്സരയുടെ മുൻ ഭർത്താവായിരുന്ന ആ വ്യക്തി. വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു. വിവാഹം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്സരനെ വിവാഹം കഴിക്കുന്നത്. 3 വർഷം. 21 വയസ്സിലാണ്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എനിക്കറിയാം. ഞാൻ പറയട്ടെ, 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്സരനെ വിവാഹം കഴിക്കുന്നത്. അയാൾ പറഞ്ഞൊരാളാണ്, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്സരന്റെ കൂടെ വന്ന് എന്നെ വിളിച്ചു, ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒമ്മേ ഇങ്ങനെയൊക്കെ അയാൾ കേൾക്ക്, ഞാൻ പറയാം. ഞാനും അപ്സരയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വർക്കിന്റെ സമയങ്ങളിൽ ഇത് പറഞ്ഞത് ഇതൊക്കെ രീതിയിൽ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അപ്സര അതിനകത്തുള്ളതുകൊണ്ട് ഞാനും അപ്സരയും ഞാൻ ചെയ്യുന്ന ഒരു സീരിയൽ, ഞാൻ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന കൈരളി ചാനലിലെ സീരിയലിൽ അപ്സര നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ അതിന്റെ റൈറ്ററും ഡയറക്ടറും ആയിരുന്നു. ആ സീരിയൽ നടക്കുന്ന സമയത്താണ് അപ്സര ഇയാൾ തമ്മിൽ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. ഇയാളായിരുന്നു ബന്ധം ഏർപ്പെട്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നം നടന്നത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സുഹൃത്ത് വിവാഹം കഴിച്ചു, സിമി എന്നാണല്ലോ പേര്. സിമി വീട്ടുകാരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ച് വിവാഹബന്ധം 1 വർഷത്തിന് ശേഷം വേർപ്പെടുത്തണമെങ്കിൽ അവിടെ അത്രയും സ്നേഹവും ഇതും ഉണ്ടായിരുന്നെങ്കിൽ വേർപ്പെടുത്തുമോ? വേർപ്പെടുത്തുന്ന ഇല്ല, വേർപ്പെടുത്തൂല്ല. കാരണം ഒരു പെൺകുട്ടി, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യം. പിന്നെ പറഞ്ഞ ഇത് വീണ്ടും കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാത്ത പീഡനത്തെ പറ്റിയാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ആള് പറയുന്നത്. അത് അവന്റെ കൈ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിന് മുമ്പ് കണ്ണൻ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്തോ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാണ് കണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കൂടുതലായി വഷളായത് അപ്സര ബിഗ് ബോസിനകത്ത് വന്നിട്ട് കണ്ണനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഗാർഹിക പീഡനം ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് കണ്ടതാണ് എല്ലാവരും. ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് പിന്നെ ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനും ലൈവിൽ വരാനൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് ഇത് വഷളായത്. അപ്പോൾ ബിഗ് ബോസിൽ വന്നത് കൊണ്ട് മാത്രമാണ് അപ്സരയ്ക്ക് ഇത്രയും അവളുടെ ആ ഒരു ഇത് ആയത് എന്ന് തന്നെ പറയാം. അപ്പോൾ
എന്താ പറയുക, അത്രയും കാര്യങ്ങളായിരുന്നു എന്താണ് അപ്സര പറഞ്ഞത്. പക്ഷേ ശരിയാണ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് അങ്ങ് നമ്മൾ പറയുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് അത്രയും നല്ല കാര്യമായിരിക്കില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എല്ലാവരും കാണും, കോടാനുകോടികൾ കാണുന്നൊരു ഷോയാണ്. അതിൽ നിന്നിട്ടാണ് അപ്സര ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത്. അപ്പോൾ അയാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അയാൾ എപ്പോഴും കേട്ട് നിൽക്കണമെന്നില്ല, അയാൾ പ്രതികരിക്കും. അപ്പോൾ അത്രേ കണ്ണൻ എന്ന് പറയുന്ന അയാളും ചെയ്തുള്ളൂ. അപ്പോൾ ആ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ആരെയും ഞാൻ ന്യായീകരിക്കും, ആരെയും കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യല്ല. അപ്പോൾ എനിക്ക് കണ്ടതെന്ന് വെച്ചിട്ട് ഞാനൊരു ഇത് പറയണം. അപ്പോൾ കണ്ണൻ പറയുന്ന കുറച്ച് വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. അല്ലേ, അല്ല നീ പറയുന്നുണ്ട്, അവതാരിക ചോദിച്ചൊരു കാര്യമുണ്ട്, എക്സ് നിങ്ങളെ കുറിച്ച് എന്തോ പൊക്കി, നിങ്ങളുടെ ബന്ധം പൊക്കിയതാണെന്ന്. അപ്പൊ നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട്, അതായത് ഞാൻ എന്തോ അത് വരുത്തി തീർത്തെന്ന രീതിയിൽ ഇത്തിരി പറയട്ടതേ നിന്നെ. എടാ ഒരു ആണാണെങ്കിൽ ശരി, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയണം നട്ടൽ നിനക്ക് ഉണ്ടാടാ. ഉണ്ടാ, നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ അതാണ് ചോദിക്കുന്നത്, കാരണം നട്ടലുണ്ടാ? ഉണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു വാക്ക് പറയോ? നീ ഇതിനകത്ത് എന്തിനു പറഞ്ഞേ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ്, മറ്റാണ് മറിച്ചാണ്, വീട്ടുകാർ തമ്മിൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കൂടെ നീ ഭയങ്കര ബൂസ്റ്റപ്പെട്ട കാര്യമല്ല. പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു. കൂടാതെയായിട്ട് ഇതൊക്കെ നിൽക്കുന്ന ഫോട്ടോ സഖ്യത എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ആട്ടുമ്പം എനിക്ക് ഊഞ്ഞാലാടുന്ന ഇഷ്ടമാണ്. ഓക്കെ, എന്നെ ഇരുത്തി നീ കുറവുകൾ വിടരുത്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്ക് ഒന്ന് നിർത്തുകയാണ് ഞാൻ. അതായത് നിന്റെ ഈ സംഭവം ഞാൻ പൊക്കുന്നത്, ആ ഷൂട്ടിന്റെ പൊക്കുന്നതിന്റെ അടുത്ത ദിവസം നിന്റെ സ്റ്റുഡിയോ അവിടെ ഷൂട്ട് നടക്കുന്ന സ്പോട്ടിൽ ഞാൻ വന്ന് നിങ്ങളെ രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ ഞാൻ വന്നതാണ്. വന്ന സമയത്ത് നീ എൻ്റെ അടുത്ത് വന്ന് ഷോ കാണിച്ച്, ഇത്രയും പൊട്ടി വേദനയോടെ നിൽക്കുന്ന എൻ്റെ അടുത്ത് ഷോ കാണിച്ചാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ചെറിയൊരു സീനായി, അവിടെ മൊത്തം അറിഞ്ഞു. ഇപ്പൊ നീ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബന്ധമായി നടന്നിട്ടില്ല, അതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയത്. നീ കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞ സീരിയലിലെ സെറ്റിലുള്ള ആൾക്കാർ, സഹിതമായ ആൾക്കാർ അറിയാം ഞാൻ നിങ്ങളുടെ സംഭവം പൊക്കി അവിടെ വന്ന് സീനായി. നീ പിന്നെ എന്ത് നിനക്കൊക്കെ പുഴു പഠിക്കാനെങ്കിൽ കള്ളം പറയാനൊക്കെ ഉള്ള തൊലിക്കട്ടിയും അമ്മോ, നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തിനു ഈ വേലത്തിനും കാണിക്കുന്നത്? ഞാനെങ്കിൽ അങ്ങനെ ഒരു അത്ര പ്രശ്നക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ. അപ്പോൾ കണ്ണൻ പറയുന്നത് ഞാനും അപ്സരയും ഉള്ള ആ ബന്ധത്തിൽ തന്നെ ആൽബിയായിട്ട് എന്താണ് അപ്സരയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നു, അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് കൈയോടെ ഞാൻ പൊക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് കണ്ണൻ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലാതെ ആരും വന്ന് പ്രതികരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതാവുള്ളൂ. ഒരാളെ കുറിച്ച് ചുമ്മാ വന്നൊരു ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറ്റം പറയണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഇല്ലാതെ എന്തായാലും തീ ഇല്ലാതെ എന്തായാലും പുകയുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അപ്സരയുടെ ഭാഗത്തും കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെയൊക്കെ ഇത് കണ്ണൻ്റെ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കണ്ണൻ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്രയും ഇത് വഷളാക്കിയത് അപ്സര തന്നെയാണ്. എന്താ വെച്ചാൽ ഇത്രയും ഇതിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും, അതുപോലെ ഇത്രയും വലിയ ഷോ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പറഞ്ഞ് നിൽക്കാമായിരുന്നു. അതല്ലാതെ ചുമ്മാ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നിൽക്കുമ്പോൾ അയാൾ അതിനെതിരെ എപ്പോഴും കേട്ട് നിൽക്കണമെന്നില്ല. അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അയാൾ വന്ന് പ്രതികരിക്കും. അത് അത്രയേ ഉള്ളൂ, അതിന് യാതൊരു മാറ്റമില്ല. അപ്പോൾ അതാണ് ഇവിടെയും സംഭവിച്ചത്. അപ്സരയുടെ തന്നെ കുഴി തോണ്ടുകയാണ് ചെയ്തത്. അതിന് വളം വെച്ച് കൊടുക്കാൻ ആൽബിയും. പിന്നെ പറയുന്നത് അഖിൽ മാരാർ പറയുന്നുണ്ട്, അപ്സര എന്ന ആ പെൺകുട്ടി ഔട്ടാകാനുള്ള കാരണം ആൽബി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്, അഖിൽ മാരാർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരി തന്നെ ആയിരിക്കും. എന്താ ചോദിച്ചാൽ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ആൽബിയെക്കാളും വലിയൊരു ഇതിലാവുമോ, വിന്നറൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൽബിയെക്കാളും വലിയ ഒരു പൊസിഷനിലാവും, പിന്നെ ആൽബിയെ വകവയ്ക്കാതെ ആവുമോ എന്നുള്ള ഒരു രീതിയിലാണ് അങ്ങനെ ചെയ്തതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോൾ എന്തായാലും എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ഇല്ലാതെ ഇവരാരും പ്രതികരിക്കില്ല. അപ്പോൾ അപ്സരയുടെ ഭാഗത്തും കുറേ കാര്യങ്ങളും ഉണ്ട്, അതുപോലെ കണ്ണൻ്റെ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ആൽബി ഇതിൽ കിടന്ന് ഇത് പറയുന്നതിൽ യാതൊരു പ്രസക്തി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തന്നെയാണെങ്കിലും ഇത് എന്താ പറയുക, ഇനി ഇത് ഇങ്ങനെ ലൈവിലും ഇതിലും വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേക്കാതെ ഒരു ധാരണയിൽ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതൊരു പെണ്ണിൻ്റെ ജീവിതമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആരും ഇതാവാതെ നല്ല രീതിയിൽ പോകുന്നതായിരിക്കും അപ്സരയ്ക്കും അതുപോലെ ആൽബിക്കും നല്ലത്. ചുമ്മാ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയും തോറും അത് വഷളായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് നിർത്തി അവനവൻ്റെ കാര്യം നോക്കി ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.